നാജലി മോൾ റെഡിയാണല്ലോ? നമുക്ക് ടാസ്ക് എന്താണ് ഇതിനകത്ത് കിടക്കുന്നതെന്ന് നോക്കാം. അവിയലാണ്. ഒരു അവിയൽ പരുവമാവരുത്, എളുപ്പം വളരെ ഫാസ്റ്റായിട്ട് അങ്ങ് ചെയ്ത് തുടങ്ങിക്കോ. ഓക്കെ, ഇതിനകത്ത് ഈ കുക്കിംഗ് എന്ന് പറയുന്നത് ആ ടൈം കൺസ്യൂമിങ് ആവരുത് കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് എല്ലാം വെന്ത് കിട്ടും. അതുപോലെ അരിയുന്നത് കുറച്ച് കട്ടി കുറച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് വെന്ത് കിട്ടും. വേവ് കൂടുതലുള്ളത് ആദ്യം ഇടുക, വേവ് കുറഞ്ഞത് ലേറ്റർ ഇടുക. ഓക്കെ, കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം. അവിയലിന് പ്രധാനമായിട്ടും വേണ്ടത് പച്ചക്കറികൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ് അവിയൽ. ആദ്യം നമുക്ക് ക്യാരറ്റ് എടുക്കാം, തക്കാളി എടുക്കാം, ബീൻസ് എടുക്കാം, അമരയ്ക്ക എടുക്കാം, ഒരു വെളുത്തുള്ളി. സാധാരണ അവിയലിൽ വെളുത്തുള്ളി ഇടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ കൂടി ഞാനൊരു വെളുത്തുള്ളി എടുക്കുക. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ അവിയൽ ഉണ്ടാക്കുന്ന നേരത്ത് അമ്മ വെളുത്തുള്ളി ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പപ്പായ, മാങ്ങ, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി. അത് നമുക്ക് വെജിറ്റബിൾസ് അരിഞ്ഞു തുടങ്ങാം. ആദ്യം ക്യാരറ്റ് എടുക്കാം. ക്യാരറ്റ് എന്നാൽ വെളുക്കുമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ എന്നെ കൊണ്ട് വീട്ടിൽ നിന്ന് ക്യാരറ്റൊക്കെ തീറ്റിക്കാറ്. അതുകൊണ്ടാണ് ഞാൻ ഇഷ്ടംമാതിരി ക്യാരറ്റ് ഇട്ട്, പക്ഷേ വെളുത്തില്ല, അതെന്താണെന്നറിയില്ല. പിന്നെ വെളുക്കാൻ മാത്രമല്ല കേട്ടോ, ഇഷ്ടംമാതിരി വൈറ്റമിൻസിൻ്റെ കലവറയാണ് ക്യാരറ്റ്. പാചകത്തിനെ കുറിച്ച് ഒരു ചുക്കും അറിയാത്ത എന്നെ പാചകം പഠിപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇത് അഥവാ ഇത് വെച്ച് സക്സസ് ആവുകയാണെങ്കിൽ, അവിയൽ ഇതിനു മുമ്പ് വെച്ചിട്ടുണ്ട്, എങ്കിൽ കൂടി സക്സസ് ആവുകയാണെങ്കിൽ ഫുൾ ക്രെഡിറ്റ് വിളിക്കാം. ഞാനിത് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷേ ഈ അവിയലിലിട്ട് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അവിയലിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വേണം നമുക്ക് പറയാമെന്ന് വെച്ചാൽ, നമ്മളിപ്പം പറയും തേങ്ങ അധികം യൂസ് ചെയ്യാത്തതാണ് നല്ലതെന്ന് പറയുമെങ്കിൽ കൂടി അവിയൽ തേങ്ങ ഒഴിവാക്കിക്കൊണ്ടൊരു അവിയലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വെജിറ്റബിൾസൊക്കെ ഈ വെള്ളം തിളക്കുമ്പോഴേക്ക് ഇടുന്നതായിരിക്കും നല്ലത്, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോഴേക്കും നമുക്ക് തേങ്ങ എടുത്ത് അരയ്ക്കാം. നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ തേങ്ങ രുചിക്ക് തേങ്ങ വേണം, എങ്കിൽ കൂടി കുറച്ച് തേങ്ങയുടെ അളവ് കുറക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം ഹെൽത്തിന് വേണ്ടി. പിന്നെ പച്ചമുളക് ഇല്ല, അതിന് വരെ കാന്താരി മുളകാണുള്ള. പച്ചമുളകിനേക്കാളും നല്ല സാധനമാണ് കാന്താരി മുളക്, നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ ഉള്ള സാധനം തന്നെയാണ്. എരിവ് കഴിവുന്നത് കുറയ്ക്കുന്നതന്നെ അല്ല, എൻ്റെ വീട്ടിലൊക്കെ നല്ല എരിവ് വേണം. വെള്ളം കുറച്ച് മതി, നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങ കൂടുതലായിട്ട് അരയണ്ട, ഒന്ന് ചെറുതായിട്ട് ഒതുങ്ങിയാൽ മതി. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്കിതിലോട്ട് നമ്മുടെ വെജിറ്റബിൾസ് എടുത്തിടാം. കഴുകി വെച്ച വെജിറ്റബിൾസ് ഇടാം. മുരിങ്ങക്കായ ഇങ്ങനെ വട്ടം കീറിയിടുന്നതായിരിക്കും നല്ലത്, നീളത്തിൽ കീറിയിടുന്നതായിരിക്കും നല്ലത്, പെട്ടെന്ന് വെന്ത് കിട്ടും. മാത്രമല്ല ഇത് ഇച്ചിരി മൂത്ത മുരിങ്ങക്കായ. നമ്മളിനി മാറ്റി വെച്ചൊരു സാധനമുണ്ട്, മാങ്ങ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പുളിയുള്ള സാധനത്തിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കെന്നല്ല, മിക്കവാറും എല്ലാവർക്കും ഈ മാങ്ങ ഉപ്പും മുളകും കൂട്ടി കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോഴൊക്കെ അമ്മയും അച്ഛനൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും വീട്ടിൽ നിന്ന്, എന്തിനാടാ ഇതിന് മാത്രം മാങ്ങ കയറ്റുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ വലുതാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്
ഹെൽത്തിന് ഇത്രയും നല്ലൊരു സാധനം, എന്തിന് ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇത്. അപ്പോൾ മാക്സിമം കഴിച്ചോ, വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ കഷ്ണം വാങ്ങാം, പുളിക്ക് വേണ്ടി മാത്രം. തക്കാളി ചെറിയ തക്കാളി ഇട്ടാൽ എന്താ വെച്ചാൽ അത്യാവശ്യം പുളിക്ക് നമ്മൾ മാഞ്ഞിട്ടിട്ടുണ്ട് ഓൾറെഡി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇടുന്നത് കളറിന് വേണ്ടി മാത്രമല്ല, മഞ്ഞൾപ്പൊടി ഇട്ടാൽ എന്തെങ്കിലും വിഷാംശം, എന്തെങ്കിലും ഈ പച്ചക്കറിയിൽ ഇപ്പോൾ വിഷാംശം ഇല്ലാണ്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അത്യാവശ്യം രോഗാണുക്കളാ കീടനാശിനികളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും. നമുക്കിതിന് ഇനി ഇത് വേവണം, പച്ചക്കറി വേവണം, എന്നിട്ട് വേണം നമ്മുടെ അരപ്പിടാനായിട്ട്. അപ്പോൾ ഈ പച്ചക്കറികൾ വേവുന്നവരെ നമുക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തേ പറ്റൂ. ഒരു ബ്രേക്ക് എടുക്കാം. ഒന്നാം സമ്മാനം നേടുന്ന വനിതാരത്നം വിജയെ കാത്തിരിക്കുന്നത് ശിവജി ബിൽഡേഴ്സ് നൽകുന്ന 75 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്കിടാം. കഷ്ണങ്ങളൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. തേങ്ങയും പച്ചമുളകും ഉള്ളി, ചെറിയ ഉള്ളിയും നല്ല ജീരകവും കൂടി ഇട്ട് അരച്ചെടുത്തു. അരക്കണ്ട, ഒതുക്കിയെടുത്തത്. നമുക്കിനി ഒരു പ്രധാനപ്പെട്ട സാധനം കൂടി ഇടാനുണ്ട്, മുരിങ്ങയില. മുരിങ്ങയില ഇച്ചിരി കൂടുതൽ തന്നെ എടുക്കട്ടെ. നമ്മുടെ ഇലക്കറികൾ ആഹാരത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണമെന്ന് പറയുന്നത്, ശരീരത്തിന് ഏറ്റവും നല്ല സാധനമാണ്. നമ്മുടെ അവിയൽ ഏകദേശം ഒരു അവിയൽ പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ, കുറച്ച് നേരം ആ ഒരു പാത്രത്തിൽ അത് അടച്ച് മൂടിയിരിക്കുന്നതല്ല. ആ വെളിച്ചെണ്ണയുടെ ഒരു മണവും എന്താ ഫ്ലേവറും എല്ലാം ഒന്ന് നമ്മുടെ വെജിറ്റബിൾസിലേക്കെല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. എന്താ പറയുക, അവിയൽ റെഡി. ഇനി നമുക്ക് എൻ്റെ അവിയൽ തന്നെ ആയോ എന്നറിയാൻ വേണ്ടി നമ്മുടെ മാമിനെ ഒന്ന് വിളിക്കാം, ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ടായിരുന്നു കുക്കിംഗ്? കുഴപ്പമില്ല മാം, അവിയൽ വെച്ചിട്ട് ഹസ്ബൻഡാ പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. പക്ഷേ കുട്ടിയുടെ ആ എന്താ പറയുക, ചെയ്യുന്ന രീതി എനിക്ക് തോന്നുന്നത് നല്ല പ്രാക്ടീസുള്ള. കല്യാണം കഴിഞ്ഞപ്പോൾ ഒന്നും അറിയില്ല, ചായ ഇടാൻ മാത്രമേ അറിയുള്ളൂ. എനിക്കിഷ്ടമായി. കളർ ഇറ്റ് സെൽഫ് ഈസ് ഹൈലി അപ്പീലിംഗ്. എസ്പെഷ്യലി ഇതിനകത്ത് ലോ കലോറിഫിക് വാല്യൂ. ഇവിടെ നമ്മൾ ആക്ച്വലി പൊട്ടറ്റോ ഒന്നും വെച്ചിട്ടില്ല, കിഴങ്ങ് വെച്ചിട്ടില്ല. അത് പേർപ്പസ്ഫുള്ളി തന്നെയാണ്, ബിക്കോസ് ഇറ്റ്സ് എ ഹൈ കലോറിഫിക് വാല്യൂ ഫുഡാണ് പൊട്ടറ്റോ. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗുഡ്, പക്ഷേ ആസ് ഫar as health is concerned we have to lower the calorific value as far as possible. At the same time you have to increase the quantity of fibers, vitamins, minerals and good cholesterol which are highly essential for the maintenance of body mass. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കൃഷ്ണാഞ്ജലി. ഇപ്പം എന്ന് വെച്ചാൽ ഇതിനകത്ത് എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പച്ചമാങ്ങ ചേർത്തത്, അതോടൊപ്പം തന്നെ ഈ മുരിങ്ങയില ഇട്ടത്. യു ആർ ദ സെക്കൻഡ് കണ്ടസ്റ്റൻറ്റ് ഇത് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ യു ഹാവ് ആഡഡ് ചീനി അമരിക്ക. അത് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്, എങ്കിൽ തന്നെയും അതും ചെയ്തു. പിന്നെ വേറെ എന്താണ്, ഓൾമോസ്റ്റ് എല്ലാം നല്ല ഇൻഗ്രീഡിയൻസ് ആണ്. അതിനകത്ത് നിറയെ വൈറ്റമിൻസും മിനറൽസും ഉണ്ട്, ഫൈബറും ഉണ്ട്. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് റിസൾട്ട് പറയാം. ഓക്കെ.
നന്നായിരിക്കുന്നു. ആക്ച്വലി ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ബോത്ത് ഹെൽത്ത് ആൻഡ് ടേസ്റ്റ് ഷുഡ് ഗോ ടുഗദർ. കീപ്പ് ഇറ്റ് അപ്പ്. നന്നായിരിക്കുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ മറ്റൊരു പോയിന്റ്, പപ്പായ അല്ലേ, പപ്പായിട്ടില്ലേ, എല്ലാവരും പറയും ഇങ്ങനെ ദർ ആർ സർട്ടൻ നോംസ് ആൻഡ് കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. ഇപ്പം ഇൻസ്റ്റഡ് ഓഫ് പൊട്ടറ്റോ ആണ് ഞാനിത് വെച്ചത്, പപ്പായ വെച്ചത് ഉരുളക്കിഴങ്ങിന് പകരമാണ്. പക്ഷേ വളരെ നന്നായിട്ട് മേർജ് ചെയ്ത് പോകുന്നുണ്ട്, പൊട്ടറ്റോയേക്കാൾ വളരെ ടേസ്റ്റി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. റിസൾട്ട് ഫ്ലോറിൽ അറിയാം. ഓക്കെ, താങ്ക് യു മാം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതാണ് ശരിക്കും അവിയൽ. ഈ രീതിയിലാണ് പ്രേക്ഷകരും അവിയൽ ഉണ്ടാക്കേണ്ടത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. അധികം തേങ്ങയുടെ ആവശ്യമില്ല, അധികം എണ്ണയുടെ ആവശ്യമില്ല, എന്നാൽ ശരീരത്തിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ആഡപ്പ് ചെയ്തുകൊണ്ടുള്ള ഇതേ രീതിയിലുള്ള നമ്മുടെ പ്രകൃതിയിൽ കിട്ടുന്ന തന്നെ എല്ലാ ഭക്ഷ്യവസ്തുക്കളെയും ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന അവിയൽ മാത്രമല്ല, ഏതൊരു ഭക്ഷണവും നമുക്കിതേ രീതിയിൽ ഹെൽത്തിയും ടേസ്റ്റിയും ആക്കാം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഇൻഫർമേഷനാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഹെൽത്ത് കുക്കറി കോമ്പറ്റീഷനിലൂടെ ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.